ഒരു കുട്ടി ഫസ്റ്റ് വന്ന സമയത്ത് സ്ക്രീനിങ് നടത്തിയപ്പോഴുള്ള റൈറ്റിംഗ് സാമ്പിൾ അത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ 3 അക്ഷരമുള്ള വേർഡ്സ് തന്നെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് CBC വേർഡ്സിൽ തന്നെ വവൽ കൺഫ്യൂഷൻ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബിഗ് എന്ന് എഴുതുന്നത് ബെഗ് എന്നായി പോവുക, മാഡ് എന്നുള്ള വേർഡ് മഡ് എന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു 21 ഡേയ്സ് ആയപ്പോഴേക്കും 3 ലെറ്റേഴ്സ് എഴുതാൻ പറ്റി, 4 ലെറ്റേഴ്സിലേക്ക് വന്നു, 5 ലെറ്റേഴ്സിലേക്ക് വന്നു. അതായത് 3 months കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോള് 1 month കൊണ്ട് തന്നെ ആ കുഞ്ഞ് അച്ചീവ് ചെയ്യുന്ന കാണുന്നത്. അതിൽ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആയി, സെന്റൻസ് ആയിട്ടൊക്കെ എഴുതാൻ തുടങ്ങി. ഈ റിസൾട്ടിന്റെ പുറകിൽ ആ പാരന്റിന്റെ എഫേർട്ട് കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു മാസമായിട്ട് അവർ ഇതിന്റെ പുറകെ മാത്രമായിരുന്നു. സ്കൂളിലെ സിലബസ് ഒക്കെ മാറ്റി വെച്ച, ടീച്ചേഴ്സിന്റെ ഒക്കെ പെർമിഷൻ വാങ്ങി കൊടുത്തിട്ടുള്ള ഹോം ബേസ് ട്രെയിനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ദിവസം പോലും മിസ്സാവാത്ത രീതിയിൽ അത്രയും വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലേണിംഗ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എഴുത്തും വായനയും അറിഞ്ഞാൽ മാത്രമേ ഏതൊരു കുട്ടിക്കും സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ.